ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പുറകെ കാണുന്ന 3 ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീട് മൊത്തം 22.5 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടോ. സ്ഥലം വരുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് 3 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മളെ ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥല പ്രോപ്പർട്ടിയൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയേക്കാലോ? കാണിച്ചു കൊടുക്കാം നമുക്ക്. ആയിക്കോട്ടെ, കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റോഡ് വരുന്ന നമ്മളെ ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് വരുന്ന റോഡാണ്. അവിടുന്ന് ഏകദേശം ഒരു 3 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചുറ്റുപാടും അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളല്ലാണ്ട് അയൽവാസികളൊക്കെ ആയിട്ട് നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാക്കുന്ന ചുറ്റുഭാഗവും മതിലെല്ലാം കെട്ടി എന്താ പറയുക ബൗണ്ടറി എല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കാണ്. അതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ റോഡിന് പോയാലും നമുക്ക് പയ്യന്നൂരിൽ തന്നെയാണ് എത്തുക, ടൗണിലേക്ക് തന്നെയാണ് എത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ അതിരിതാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ടതാണ് അതുവരെ ആണ് നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരി. നല്ല അടിപൊളി ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടുള്ളത്. മൊത്തം 22.5 സെൻറ്റ് സ്ഥലത്താണ്. ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണം. പ്ലോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ ഉള്ളതാണ്. പിന്നെ ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. വലിയ ഗേറ്റാണ് വെച്ചിട്ടുള്ളത്. വലിയ വണ്ടി അടക്കം വീടിൻ്റെ മുറ്റത്തോട്ട് കയറി ചെല്ലാൻ സൗകര്യത്തിനുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ വരികയും ചെയ്യും അല്ലേ? മുറ്റത്ത് തന്നെ ഒരു 4-5 വണ്ടി പാർക്ക് ചെയ്യാനുള്ള അത്രയും സ്ഥല സൗകര്യം ഉണ്ട് മുറ്റത്തൊക്കെ കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലം നമുക്ക് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു മതിൽക്കെട്ടിൻ്റെ അവിടെ വരെയാണ് അതിൻ്റെ അതിരും കാര്യങ്ങളും. അങ്ങോട്ടൊക്കെ ആണെങ്കിലും ചുറ്റുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ ആ പറമ്പിൽ അത്യാവശ്യം കായ്ക്കുന്ന തെങ്ങ് ഏകദേശം ഒരു 10ഓളം തെങ്ങുണ്ട് നമ്മളെ പറമ്പിനകത്ത്. നല്ല ഇതേപോലത്തെ ഏകദേശം ഒരു 10ഓളം തെങ്ങുകളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വേറെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട് അല്ലേ? അതെ. പിന്നെ നമുക്ക് പ്ലാവ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് മരങ്ങൾ, പ്ലാവ്, മാവ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പറമ്പിനകത്ത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ വല്ല കൃഷി സംഭവങ്ങൾ കവുങ്ങോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് സാധനങ്ങളോ പച്ചക്കറി കൃഷി കപ്പ ചേന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കിണറാണുള്ളത് കേട്ടോ. അതാ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. അതിൽ ഞങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഫിൽറ്ററൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അല്ലേ? ഫിൽറ്റർ വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ നമ്മളെ കിണർ ഫുള്ള് എല്ലാം കെട്ടി ചുറ്റുഭാഗവും കെട്ടി നല്ല ക്ലിയർ ആക്കിയിട്ട് ഇതിലൊന്ന് പോയിട്ട് പുറകുവശം കൂടി ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ വീടിൻ്റെ ഉൾവശം കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിനി ഫ്രണ്ട് ഭാഗം കണ്ടില്ല, ഇനി ഇങ്ങോട്ട് നമുക്ക് ബാക്ക് സൈഡ് മൊത്തത്തിലൊന്ന് കാണാം. ഈ ഒരു ഭാഗത്തോട്ട് ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് അതിരിതാ ഈ മതിൽക്കെട്ടിൻ്റെ അവിടെ ഇവിടെയാണ് അതിര് വരുന്നത് കേട്ടോ. ആ കാണുന്ന മതിൽക്കെട്ടിൻ്റെ മൊത്തത്തിൽ അതിരെല്ലാം ക്ലിയർ ആക്കിയിട്ടേക്കാണ്. അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും മാറാനൊന്നുമില്ല. നല്ല വൃത്തിക്ക് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ? അതെ. വീടൊക്കെ ഈ ഒരു ഏരിയയിൽ പയ്യന്നൂർ ഏരിയയിൽ വീടൊക്കെ എടുത്ത് ഒരു സ്ഥലം മേടിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ബെസ്റ്റ് സ്ഥലമാണ്. അതെ. ഇനി ഇതാക്കി നമുക്ക് ഇവിടെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പുറത്തൊരു അടുക്കള ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു അടുക്കളയെല്ലാം ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പണിക്കാരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അകത്ത് വീടിൻ്റെ ഉള്ളിൽ പുക പിടിക്കാതെ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാം. പിന്നെ ഇവിടെ ഈ ഒരു ബാക്ക് സൈഡിൽ ഇവിടെ കുറച്ച് ഭാഗം ഇൻ്റർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. കളമെല്ലാം അങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു മാവെല്ലാം ഉണ്ട്. ഇപ്പോൾ ബാക്ക് സൈഡിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇതാ ഈ മതിൽക്കെട്ടാണ് ഇവിടെ അതിലുള്ളത് കേട്ടോ. അപ്പുറത്തേക്ക് ചാരി തന്നെ അടുത്ത വീടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നിലവിൽ ഓണർ ഇപ്പോൾ ഇവിടെ താമസമല്ല, 2 വർഷമായിട്ട് അടച്ചിട്ടേക്കുന്ന വീടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നമുക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഇവിടെ അടുത്താണുള്ളത്. അങ്ങോട്ടൊക്കെ ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ നമുക്ക് കണ്ണൂരിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 38 കിലോമീറ്ററാണ് കണ്ണൂരിനൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഒരു 58 കിലോമീറ്റർ നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് തന്നെ എത്തിയിട്ടോ നടന്ന്. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സപ്പോട്ട മരമെല്ലാം ഉണ്ട്. അതുപോലെ അവിടെ ഒരു നാടന്മാവിൻ്റെ മരമുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ അതുപോലെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തൊരു വീട് വയ്ക്കാൻ, പിന്നെ അപ്പുറത്തെ ഭാഗത്തൊരു വീട് വയ്ക്കാനുള്ള അത്രയും സ്പേസ് ഇവിടെ കിടക്കുന്നുണ്ട്. പിറ്റതിന് ഇനിയും ആയിക്കോട്ടെ വീട് കാണിച്ചു കൊടുക്കാം. വലിയ വീടാണ്. കുറച്ച് എന്താ പറയുക ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതെ. ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ. സിറ്റ് ഔട്ടെല്ലാം ഫുള്ള് നല്ല കളർ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഭിത്തിയിൽ ഈ തൂണയിൽ ഇവിടെ ടൈലിട്ടിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലും ഫുള്ള് ടൈലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജനല് വാതിൽ കട്ടിൽ അങ്ങനത്തെ മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാം മരത്തിലാണ് കേട്ടോ പണി കഴിപ്പിച്ചിട്ടുള്ളത്. കണ്ടോ, നല്ല ഉറപ്പുള്ള നല്ല സൂപ്പർ മരത്തിലാണ് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ.
ജനല് വാതിൽ കട്ടില എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇനി നമ്മൾ ഹാളിലോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഹാള് വലിയ ഹാളാണ് കണ്ടല്ലേ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, വലിയ ഹാളാണ്. പിന്നെ നമുക്ക് ഫുള്ള് ഈ ഒരു ഭാഗത്തേക്ക് ഒരു 4 കള്ളി ജനലുണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ടും 2 കള്ളി ജനൽ, ഇപ്പുറത്തെ ഒരു 3 കള്ളി ജനൽ, പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു 4 കള്ളി ജനൽ. അകത്തേക്ക് നല്ല രീതിക്ക് വെളിച്ചം കിടക്കുന്ന ആ ഒരു രീതിയിലാണ് ജനലൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റെയർ എല്ലാം ഹാളും തന്നെയാണ് ഉള്ളത്. നമുക്ക് കാണിക്കാം. നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ തന്നെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ ചോട്ടിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഫാബ്രിക്കേഷൻ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു സംഭവം എല്ലാം ഇവിടെ അങ്ങനെ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ മേശ പോലെ. പിന്നെ അടുത്ത് നമ്മൾ ആദ്യത്തെ റൂം എന്ന് പറയുന്നത് ഇതാണ് ആദ്യത്തെ റൂമൊക്കെ അത്യാവശ്യം സൗകര്യമുള്ള വലിയ റൂം. ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കണില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, എല്ലാ റൂമിനും ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള 2 ബാത്റൂമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. പിന്നെ റൂമിലും ഹാളിലും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ മൊത്തത്തിൽ. ഇനി നമ്മൾ അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ നമുക്ക് വേറെ ചെറിയൊരു റൂമും കൂടി ഉണ്ട്. ഈ ഒരു റൂമാണെങ്കിലും അത്യാവശ്യം നമുക്ക് നേരത്തെ കണ്ട പോലെ സൗകര്യമുള്ള റൂമാണ്. ഒരു കട്ടിലൊരു അലമാര കടാനുള്ള അത്രയും സൗകര്യം ഉണ്ട് ഈ റൂമിലും. ഇവിടെ ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. പിന്നെ ഇവിടേക്ക് മേലെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുക്കളയാണ്. ഇത് കണ്ടില്ല, ഡോറൊക്കെ മൊത്തത്തിൽ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. അടുക്കളയിലോട്ട് വരുമ്പോൾ അടുക്കള വലിയ അടുക്കളയാണ്. ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനൊക്കെ ഉള്ള ഒരു പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടേക്ക് ഒരു 4 കള്ളി ജനലുണ്ട്. പിന്നെ നമുക്ക് അടുക്കളേൻ്റെ ഭിത്തിയെല്ലാം ഫുള്ള് ടൈലിട്ടേക്കാണ്. ഇതേപോലെ ടൈലിട്ടാൽ മതി നമുക്ക് വീടുകളിലൊക്കെ. തുടച്ച് കഴിഞ്ഞിപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ചെളിയോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പെയിന്റ് അടിക്കേണ്ട പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ എല്ലാം ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ടുണ്ട്, ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്തിട്ട്. പിന്നെ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ റാക്കെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ പൊടികളെല്ലാം വെക്കാനുള്ള അങ്ങനത്തെ സംഭവത്തിനുള്ള ഷെൽഫാക്കി, പാത്രം കഴുകാനൊക്കെ ഉള്ള സിങ്കെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ആണെങ്കിലും ഭിത്തിയെല്ലാം ഫുള്ള് ടൈലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഗ്രില്ലിട്ടേക്കാണ്. പിന്നെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെയും വെക്കാം. പാത്രം കഴുകാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അടുപ്പ് പുറത്താണ്, അപ്പോൾ ഇവിടുത്തെ ഒഴിവാക്കിയതാണ്, പുറത്തോട്ടാക്കിയതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ബാത്റൂം ഉണ്ട്. ബാത്റൂമൊക്കെ എല്ലാത്തിൻ്റെയും വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ബാക്കി റൂമും സംഭവങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണട്ടോ. വീടുകൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും, കാരണം അത്രയും വലിയ വീടാണ്. സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് ടൗണിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം കിടക്കുന്നത്. എന്താ പറയാ, പയ്യന്നൂർ ടൗണിലൊക്കെ ചേർന്ന് സ്ഥലങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ കച്ചവടക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളി. ഏതായാലും നല്ല ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അല്ലേ, പെട്ടെന്ന് വന്ന് കണ്ടു സെറ്റാക്കാൻ ചെയ്യാം. അതെ, ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ 2 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് കയറാം കേട്ടോ. വീട്ടിൽ പ്രായം ചെന്നാലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ റൂമും സംഭവങ്ങളൊക്കെ കാണാം. ഇങ്ങോട്ട് വാ, നമുക്ക് ആദ്യത്തെ റൂമായിട്ട് കാണിച്ചു കൊടുത്താലോ. വാ, നമുക്കിതാണ്. ഇത് ഇവിടെ ഒരു ഹാളുണ്ട് കേട്ടോ, അത് കാണിക്കാം. അതിന് മുന്നേ നമുക്കിവിടെ മുകളിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അത്യാവശ്യം വലിയ റൂമാണ്. മൊത്തം 3 ബെഡ്റൂമാണ് കേട്ടോ നമുക്ക് ഉള്ളത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. മേലെ കണ്ടില്ല നിങ്ങൾ, റൂഫോ കാര്യങ്ങളൊന്നും ഒരു ലീക്കോ ഒന്നുമില്ല കേട്ടോ. റാക്കെല്ലാം ഉണ്ട്. അതുപോലെ ജനലൊക്കെ കണ്ടില്ലേ, വലിയ ജനലാണ്. ചെറിയ 2 ഭാഗത്തേക്കും ജനൽ, വലിയ ജനലാണ്. അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് വീടൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് കളറാക്കി എടുത്താൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വീട് സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പയ്യന്നൂർ ടൗണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. എന്താ പറയുക, സ്കൂളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ 3ാമത്തെ റൂം എന്ന് പറയുന്നത്. ഈ റൂമും നേരത്തെ കണ്ട അതുപോലെ തന്നെ സെയിം ആണ്, വലിയ റൂമാണ്. എല്ലായിടത്തും മൊത്തത്തിൽ ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. റൂഫൊന്നും എവിടെയോ ലീക്കോ സംഭവങ്ങളോ ഒന്നുമില്ല. ഇത് പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരുങ്ങാനുള്ള ആ ഒരു സംഭവമായിട്ട് അങ്ങനെ സെറ്റാക്കാം കേട്ടോ. ബാത്റൂമൊക്കെ ആണെങ്കിലും വലിയ ബാത്റൂമാണ്. ഇനി നമുക്ക് അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ
ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഹാളായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ തുണിയെല്ലാം വിരിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഈ ഒരു ഭാഗം ചുറ്റുഭാഗം ഗ്രില്ലെല്ലാം ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, സ്ഥല സൗകര്യമുണ്ട് വീടിന്. പിന്നെ ഇവിടെ ഒരു മേലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കുരുമുളക് അടക്കഞ്ഞിപ്പോൾ അല്ല വീട്ടിൽ തന്നെ നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വെക്കി വരുമ്പോൾ വലിയൊരു ഹാളുള്ളത്. ഇത് തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അല്ലേ? നല്ല വലുപ്പമുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് 2 കള്ളി ജനലുണ്ട്, ഇവിടേക്ക് 3 കള്ളി ജനല്. പിന്നെ ഇവിടേക്ക് ഫാമിലിയൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പറ്റൂലേ? അത് പറ്റും. അകത്തോട്ട് നല്ല രീതിക്ക് വെളിച്ചം കിട്ടുന്ന ആ രീതിയിലാണ് ജനല് വാതില് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം ഇപ്പം നമ്മളീ നിൽക്കുന്ന ഹാളിൽ തന്നെ ഈ ഭാഗത്തെ ഒരു 4 കള്ളി ജനല്, ഇപ്പുറത്തെ ഒരു 4 കള്ളി ജനല്, പിന്നെ ഫ്രണ്ടിക്ക് ഒരു 4 കള്ളി ജനല്, അങ്ങനെ ആയിട്ടാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ. അതെ. പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്കൊന്ന് പോയി നോക്കാം. പുറത്തോട്ട് വരുമ്പോൾ ഇതാക്കണ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അടുത്ത് തന്നെ ചുറ്റുപാടും വീടുകൾ, അയൽവാസികളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് അയൽവാസികളൊക്കെ ഒന്ന് വിളിക്കണമൊക്കെ ഉണ്ടെങ്കിലേ അല്ലേ, പെട്ടെന്ന് ആരെങ്കിലും വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് അയൽവാസികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് പുതിയ വീടുകളൊക്കെ വരാനുള്ള അവിടെയൊക്കെ പ്ലോട്ടുകളാക്കി തിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാൽക്കണിയിൽ ഈ ഒരു ഭാഗത്തൊരു ടേബിളോ കുറച്ച് ചെയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ കാപ്പി കുടിച്ചിരിക്കാനും വർത്താനം പറഞ്ഞിരിക്കാനോ അങ്ങനെയൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ അറിഞ്ഞാൽ കേട്ടോ. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ടൗണിൽ നിന്ന് വെറും നടക്കാനുള്ള ദൂരത്തിൽ, പയ്യന്നൂർ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓണർ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് ഈ താഴെ കാണുന്നത്. ഡയറക്റ്റ് ഓണറായിട്ട് തന്നെ ഡയറക്റ്റ് ഡീൽ നടത്തുക അല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓണറുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മേലെ കാണുന്ന ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ, ഈ ഒരു സ്ഥലം വന്ന് കാണാനോ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ അതേപോലെ പയ്യന്നൂർ ഏരിയയിലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം അവരുടെ വാട്സപ്പ് നമ്പറിലോട്ട് അല്ലേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. ബൈ.